പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിന് ഉത്തരവാദി മുഖ്യമന്ത്രിയും സിപിഎമ്മും എസ്എഫ്ഐയുമാണെന്ന് ആഞ്ഞടിക്കുന്ന അച്ഛന്റെ വാക്കുകൾക്ക് കാര്യരമ്പിന്റെ കരുത്താണ്. തെരഞ്ഞെടുപ്പ് വേദിയിൽ ഈ വിഷയം സജീവമായാൽ ഇടതുമുന്നണിക്ക് പരിചിതം ഒരുക്കുക അസാധ്യം. ക്ലിഫ് ഹൗസ് പടിക്കൽ അച്ഛനും അമ്മയും സമരമിരുന്നാൽ സംസ്ഥാനത്ത് ബിജെപി അടക്കമുള്ള പ്രതിപക്ഷം അത് പ്രധാന പ്രചരണ വിഷയമാക്കി മാറ്റുമെന്നുറപ്പ്. മകൻ സിദ്ധാർത്ഥിന്റെ ക്രൂരമായ മരണത്തിന് ഉത്തരവാദികളായവർ ഭരണത്തിന്റെ ഹുങ്കിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന വേളയിലാണ് 41ാം ശ്രാദ്ധ ദിനത്തിലെ അച്ഛന്റെ ഈ വെളിപ്പെടുത്തൽ. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല, 8 മാസം കൊണ്ട് അവൻ ഈ അനുഭവിക്കുക. ഈ മാവോയിസ്റ്റിന്റെ അതേ രീതിയിൽ മാവോയിസ്റ്റിന്റെ ഈ നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SOP എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരവുമായി എത്തിയാൽ അത് തിരിച്ചടിയാകുമെന്ന് നന്നായി CPM തിരിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെയും കുടുംബത്തെയും ചതിച്ചെന്നും SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും അച്ഛൻ തുറന്നു പറഞ്ഞിട്ടും ആരോപണ വിധേയർ കമാന്ന് ഉരിയാടിയിട്ടുമില്ല. SFI സംസ്ഥാന സെക്രട്ടറിയെ പ്രതി ചേർക്കണമെന്ന് കൂടിയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആവശ്യം. അച്ഛന്റെ സമരം തുടങ്ങിയാൽ ഇതിനു പിന്തുണയുണ്ടാകുമെന്ന് ABVP നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലാണ് സർക്കാരും ആഭ്യന്തരമന്ത്രിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിൽ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും സമരം കിടക്കുന്ന സമയത്ത് ക്ലിഫ് ഹൗസിന് പുറത്തുകൂടി അല്ലെങ്കിൽ ഈ കേരളത്തിലെ NHൽ കൂടി പാഞ്ഞു നടക്കാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ട. മുഖ്യമന്ത്രിയെ തെരുവിൽ തടയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് വലിയ പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകും. അങ്ങനെ സിദ്ധാർത്ഥിന്റെ ക്രൂരമരണവും തിരഞ്ഞെടുപ്പിലെ ചർച്ചയാവുകയാണ്. എല്ലാ അർത്ഥത്തിലും. ജനം, തിരുവനന്തപുരം.